ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ലാസ്റ്റ് ഡേ നമ്മൾ നമ്മുടെ പേപ്പർ ആയിട്ടുള്ള BNM 024 ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലേ? അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേയ്സ് ക്ലാസ് നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ് പ്രോസസ് ആൻഡ് മെത്തേഡ്സ്. ഈ ഒരു യൂണിറ്റിൽ എന്ന് പറയുന്നത് എന്താണ് റൈറ്റിങ്ങിനകത്ത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ മൊത്തത്തിൽ പറയുന്നത്. യൂണിറ്റിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് എന്താണെന്നും റൈറ്റിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് അല്ലെ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാനൊന്നും പറ്റത്തില്ല. ഒരു സാധനം നമ്മൾ എഴുതണമെങ്കിൽ എന്ത് വേണം? ആദ്യമേ നമുക്ക് കുറച്ച് തോട്ട്സ് ഉണ്ടായിരിക്കണം, ഐഡിയാസ് ഉണ്ടായിരിക്കണം. ആ ഐഡിയാസ് നമുക്കൊരു പേപ്പറിലോട്ടോ ഒരു ക്യാൻവാസിലേക്കോ റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കുറെ അതിനുള്ള വേർഡ്സ് വേണം, ഫ്രേസസ് വേണം, സെന്റൻസസ് വേണം അല്ലെ? അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ആർട്ട് ഫോം ആണെന്നും നമുക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ എഴുതുന്നത് മീനിങ്ഫുൾ ആയിട്ട് എഴുതാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള റൈറ്ററിന് മാത്രമേ ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഐഡിയാസും തോട്ട്സും ഒക്കെ തന്നെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ജേർണലിസം ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജേർണലിസം ഇൻ കേസ് ഓഫ് റൈറ്റിംഗ് നോക്കുമ്പം എന്താണ് അവിടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ബ്രിവിറ്റി ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ ആക്യുറസി ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു ടേംസ് ഒക്കെ തന്നെ ചിലപ്പം ചിലർക്കെങ്കിലും കുറച്ചുകൂടെ ഫെമിലിയർ ആകണം എന്നില്ല. സോ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഴുതുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പം എഴുതുന്ന സാധനം ഒരു പക്ക ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ബ്രിവിറ്റി ആൻഡ് ആക്യുറസി, എഴുതുന്ന കാര്യം ഭയങ്കര കറക്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ടു ദ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. സോ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം ന്യൂസ് വാല്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് ക്ലാസ്സസിൽ നോക്കാം. സോ ഇതാണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 ഇൻട്രൊഡക്ഷനിൽ നോക്കാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു സംഭവം ഡിഫറെന്റ് റൈറ്റിംഗ് സ്റ്റൈൽസ്, ടെക്നിക്സ്, റൈറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ്. അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് പോലെ തന്നെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമുക്ക് പറയാം ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. നമ്മൾ സ്പീക്കിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്. പരസ്പരം സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ സ്പീക്കിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ് എന്താണ്? നമ്മുടെ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം റൈറ്റിംഗ് അതുകൊണ്ടാണ് ഒരു സ്കില്ലായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. സ്കിൽ എന്താണ്? ഡ്രൈവിംഗ് പോലെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അതൊരു പ്രോപ്പർ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി റൈറ്റിംഗിൻ്റെ അകത്ത് 3 സ്റ്റെപ്പ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആവുന്നത്. ഈ 3 സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ റൈറ്റിംഗ് ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്: പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീ റൈറ്റിംഗ്. അപ്പം 3 സ്റ്റെപ്സ് ആണ് റൈറ്റിംഗിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ ഒരു 3 സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. വാട്ട് ആർ ദ 3 സ്റ്റെപ്സ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, സോ 3 സ്റ്റെപ്സ്: പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റീ റൈറ്റിംഗ്. സോ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് കുറേ സമയം എടുത്ത് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്ന കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ റൈറ്റിംഗിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. ആ സമയത്ത് എന്തൊക്കെയായിരിക്കും വേണ്ടത്? നമ്മൾ എന്താണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഏത് ടോപ്പിക്കാണ് നമ്മൾ ഫിക്സ് ചെയ്യണം, എവിടുന്ന് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള നോളജ് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഫിക്സ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പം നമ്മളൊരു കോണ്ടന്റ് റൈറ്റിംഗ് ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പം ട്രാവലേഴ്സ് ആണോ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആണോ അക്കാഡമിഷ്യൻസ് ആണോ എന്നുള്ള നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം. സോ പ്രീ റൈറ്റിംഗിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള 4 സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പൊ റൈറ്റിംഗിന് 3 സ്റ്റെപ്സ് ഉണ്ട്: പ്രീ റൈറ്റിംഗും, റൈറ്റിംഗും, റീ റൈറ്റിംഗും. ഇനി പ്രീ റൈറ്റിംഗിൻ്റെ അകത്ത് 4 സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെയാണ് എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട്, രണ്ടാമത്തെ റിസർച്ച്, മൂന്നാമത്തെ ഐഡന്റിഫൈയിങ് ദ പർപ്പസ്, നാലാമത്തെ അണ്ടർസ്റ്റാൻഡിങ് ദ റീഡർ. ഓക്കെ, ഈ 4 സ്റ്റെപ്സ് ആണ് നമ്മൾ എപ്പോഴും പ്രീ റൈറ്റിംഗ് പ്രോസസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സും നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട്. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, സംതിങ് വിച്ച് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ അല്ലെ? അങ്ങനെയുള്ള സാധനത്തിനാണ് എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട് എന്ന് പറയുന്നത്. ബിഫോർ റൈറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത് ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്കൊരു തരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അല്ലേ? അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ തന്നെ ഞാൻ വായിച്ചിരിക്കണം. അതിനുള്ള
ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് നോക്കണം. അങ്ങനെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇൻ ഡീറ്റെയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ നമ്മൾ ജേർണലിസം ഫീൽഡിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യമേ നമ്മൾ എഴുതാൻ പോകുന്ന ഒന്നെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ടീച്ചറുടെ അസൈൻമെന്റ് ആയിട്ട് തന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് ചാനലാണെങ്കിൽ എഡിറ്റർ നമുക്ക് തന്നൊരു ടോപ്പിക് ആയിരിക്കാം. ഓക്കെ, ആരെങ്കിലും നമുക്കൊരു ടോപ്പിക് അസൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലേ, ആ ടോപ്പിക്കിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ റൈറ്റിങ്ങിന് മുമ്പ് നോക്കണം ഏത് ആംഗിളിൽ എഴുതണം. ഫോർമൽ ആയിട്ടാണോ എഴുതേണ്ടത് അതോ ഇൻഫോർമൽ ആയിട്ടാണോ എഴുതേണ്ടത്, ആരുടെയൊക്കെ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് നമ്മൾ എടുക്കണം, ഏത് സോഴ്സ് റെഫർ ചെയ്യണം. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഏത് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നുള്ള കാര്യം. അതായത് ഇനിഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. അതാണ് എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിൽ ആ ഗ്ലോബൽ വാർമിംഗ് ആ സബ്ജക്ട് മനസ്സിലാക്കി ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു കുഞ്ഞ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഏത് ആസ്പെക്ട് ആണ് എഴുതേണ്ടത്. ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിന്റെ കോൺസിക്വൻസസ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് ആണ് അതിന്റെ കോൺസിക്വൻസസ് ആണെന്നുള്ള കാര്യം നമ്മൾ ഫിക്സ് ചെയ്യുക. ഫോർമൽ ടോണിലാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ, എക്സ്പ്ലോറിംഗ് ദ സബ്ജക്റ്റിന്റെ അകത്ത് അവർ കുറച്ച് ഷോർട്ട് ടിപ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്കൊരു സബ്ജക്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെയാണ് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗ്ലോബൽ വാർമിംഗ്, ആ ഗ്ലോബൽ വാർമിംഗ് എടുത്ത് അതിന്റെ കുറെ സബ് ടോപ്പിക്സ് ആയിട്ട് തിരിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്, അങ്ങനെ കുറച്ച് സബ് ടോപ്പിക്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ സബ് ടോപ്പിക്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള നോളജ് നമ്മൾ കളക്ട് ചെയ്യുക, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് നോക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റിങ്ങിന് മുമ്പ് ഇതെല്ലാം നമ്മളൊന്ന് അസൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് എക്സ്പ്ലോറിംഗ് ദ സബ്ജക്റ്റിനകത്ത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് പറയുന്നത്. സെക്കൻഡ് ആണ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്തത്, എക്സ്പ്ലോറിംഗ് ദ സബ്ജക്റ്റ് ആണ്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടുന്നു, ആ ടോപ്പിക്കിനെ നമ്മൾ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മുടെ ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നു. അതാണ് ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സ്പ്ലോറിംഗ് ദ സബ്ജക്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റിസർച്ച് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഡൈവേഴ്സ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? അപ്പം ഓൾറെഡി നമ്മൾ സബ്ജക്ട് ഇപ്പൊ ഫിക്സ് ചെയ്തു. ഇനിഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലോറിംഗ് ദ സബ്ജക്റ്റിനകത്ത് നമുക്കൊരു ടോപ്പിക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ അതിന് വേണ്ടിയുള്ള നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഇപ്പൊ ജേർണലിസം ഒക്കെ ആണെങ്കിൽ എന്തെടുക്കാൻ പറ്റും, നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ തന്നെ എടുക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു ആക്സിഡന്റ് കേസിനെ കുറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പോയി അത് കണ്ട ഐ വിറ്റ്നസിന്റെ കയ്യിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ സർവൈവറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റും, വിക്ടിമിന്റെ കയ്യിൽ നിന്ന് പോയി കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ടിട്ടാണ് പറയുന്നത്, അപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് റൈറ്റിംഗ് ആണെങ്കിൽ എപ്പോഴും റൈറ്റർ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെക്കാളും മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സബ്ജക്ട് ഫിക്സ് ചെയ്തു, ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടുന്നുള്ള എല്ലാ സോഴ്സസിൽ നിന്നും നമ്മളുള്ള നോളജ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നതിന്, ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുന്നതിനാണ് റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. തേർഡ്, ഐഡന്റിഫൈങ് ദ പേർപ്പസ്. അപ്പം ഫസ്റ്റ് നമ്മൾ സബ്ജക്ട് എക്സ്പ്ലോർ ചെയ്യുന്നു, സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് എല്ലാം ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുന്നു. ഇനി എന്താണ് ഇതിന്റെ പർപ്പസ്, നമ്മൾ ഈ ഒരു റൈറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പേർപ്പസ് എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ഐഡന്റിഫൈ ദ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഒരു റൈറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്വന്തം പോയിന്റ് എഴുതാതെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ആയിട്ട് എഴുതാൻ വേണം എപ്പോഴും നമ്മൾ ശ്രമിക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, ഈ ഒരു റൈറ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന പേർപ്പസ് എന്താ, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണോ, എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടാണോ, അല്ലെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു മോക്ക് ചെയ്യാനാണോ, ഹ്യൂമറസ് ആയിട്ട് എഴുതാനാണോ, ഏത് പർപ്പസ് ആണ് ഈ ഒരു റൈറ്റിങ്ങിന് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞ പോലെ, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് നമ്മൾ എന്തിനാ, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് എപ്പോഴും എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു നെസസറി സ്റ്റെപ്സ് അത് കാരണം എടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. സോ അങ്ങനെ എന്താണ് അതിന്റെ പർപ്പസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ് എന്താ, അണ്ടർസ്റ്റാൻഡിങ് ദ റീഡർ. നമുക്ക് റീഡറിനെ മനസ്സിലാവണം. അതായത് ഇപ്പൊ ഒരു റൈറ്റർ ആദ്യം വിചാരിക്കേണ്ടത്, ഒരു റൈറ്റപ്പ് എഴുതാൻ പോകുന്നതിന് മുമ്പ് ഏത് ഓഡിയൻസിനോട്ടാണ്, അവിടെ റീഡറിന്റെ ഏജ് നോക്കണം, ജെൻഡർ നോക്കണം, എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വേർഡ്സും ഫ്രേസും ഒക്കെ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ സ്റ്റുഡൻസിനെ എയിം ചെയ്താണ് എഴുതുന്നതെങ്കിൽ ഇപ്പൊ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പം അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികളെ വിചാരിച്ച് ഞാൻ ഒരു റൈറ്റപ്പ് എഴുതാൻ
എഴുതാൻ പോവാണ്. അപ്പം അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് വേണം ഞാൻ ഉപയോഗിക്കാൻ. എന്റെ എക്സാമ്പിൾ ആവട്ടെ, എന്റെ സോഴ്സ് ആവട്ടെ, ആ കുട്ടികൾക്ക് അത് കൺവേ ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്രീ റൈറ്റിംഗ് സ്റ്റേജ് ആണ് പറയുന്നത്. പ്രീ റൈറ്റിംഗ് സ്റ്റേജിൻ്റെ അകത്ത് ആദ്യമേ സബ്ജക്ട് എക്സ്പ്ലോർ ചെയ്യണം, രണ്ടാമത് റിസർച്ച് ചെയ്യണം, മൂന്നാമത്തെ കാര്യം എന്താ, പേർപ്പസ് ഐഡന്റിഫൈ ചെയ്യാം, 4 അണ്ടർസ്റ്റാൻഡിങ് ദ റീഡർ. ഇങ്ങനെയുള്ള 4 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നമ്മൾ റൈറ്റിംഗിലേക്ക് പോവാം. അപ്പൊ പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, ടോപ്പിക്ക് ഫിക്സ് ചെയ്യുന്നു, അതുപോലെ സബ്ജക്ട് ഫിക്സ് ചെയ്യുന്നു, എല്ലാം നമ്മൾ കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഐഡിയാസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ സോഴ്സും ഐഡിയാസിനെയും എല്ലാം തന്നെ കുറെ വേർഡ്സിലേക്കും സെന്റൻസിലേക്കും പാരഗ്രാഫിലും ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് എഴുതണം. അതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, ഈ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈറ്റപ്പിന്റെ അകത്ത് എന്തൊക്കെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്, സ്പെല്ലിങ്സ് എല്ലാം കറക്റ്റ് ആണോ, പഞ്ച്വേഷൻസ് എല്ലാം കറക്റ്റ് ആണോ, അങ്ങനെ ചെയ്യുന്നതിനാണ് റീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഉള്ള ഐഡിയാസും സോഴ്സും ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് വേർഡ്സിലേക്കും സെന്റൻസിലേക്കും കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനെയാണ്. എഴുതിയ ശേഷം ഇതെല്ലാം ആക്യുറേറ്റ് ആണോ, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ, പഞ്ച്വേഷൻ ഉണ്ടോ, മീനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് റീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് റൈറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടു 3 സ്റ്റെപ്പ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ച പോലെ തന്നെ റൈറ്റിംഗും റീ റൈറ്റിംഗിനും സ്റ്റെപ്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇനി എഴുതാൻ പോവാണല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ മൈൻഡ് മാപ്പ് ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ് എസ് എ മാപ്പ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. ഗ്ലോബൽ വാർമിംഗ് എഴുതുന്നതിന് മുമ്പ് എന്താണ്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൊടുക്കണം, എന്തൊക്കെ പ്രിക്വേഷൻസ് എഴുതണം, പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കണം. അങ്ങനെ ഒരു ലോജിക്കൽ ഫ്ലോയിൽ വേണം നമ്മൾ നമ്മുടെ ഐഡിയനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് വായിക്കുന്ന ഒരാൾക്ക് ഒരു ക്രോണോളജിക്കൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം എപ്പോഴും നമ്മൾ ഐഡിയാസിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫസ്റ്റ് ലൈൻ നമ്മൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എഴുതുന്നു, രണ്ടാമത്തെ ലൈൻ നമ്മൾ അതിന്റെ കൺക്ലൂഷൻ എഴുതുന്നു, അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. എഴുതുന്ന സാധനം എപ്പോഴും നമ്മുടെ ഐഡിയാസിനെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ചെയ്ത് ഡിഫറെന്റ് പാരഗ്രാഫ് ആയിട്ട് വേണം എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് എസ് എ മാപ്പ് എന്ന് പറയുന്നത്. എസ് എ മാപ്പ് എന്ന് പറഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ കീ പോയിന്റ്സ് ഇൻ ദ എസ് എ ആണ്. ഒരു സ്ട്രക്ചർ ചെയ്ത് എഴുതുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ബോഡി കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. ഇനി ഇൻട്രൊഡക്ഷനകത്ത് എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ നമ്മുടെ റൈറ്റിംഗിന് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനകത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്, ഇതുകൊണ്ട് ഈ ഒരു റൈറ്റപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റൈറ്റപ്പിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഷോർട്ട് പാരഗ്രാഫിൽ എഴുതുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ആ ഒരു റൈറ്റപ്പിന് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫ് സമ്മറി എവിടെ കൊടുത്തിരിക്കണം, ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കണം. ഒരിക്കലും ഇൻട്രൊഡക്ഷൻ കാരണം ഒരു ഭയങ്കര കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എഴുതാൻ പോകുന്ന എസ്സേയുടെ ഒരു ഓവറോൾ ഐഡിയ നമ്മൾ എവിടെ കൊടുത്തിരിക്കണം, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തിരിക്കണം. സെക്കൻഡ് മെറ്റീരിയൽ ആണ്. നമ്മൾ ആദ്യമേ നമ്മുടെ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മുടെ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതിനുശേഷം ഓരോ പാരഗ്രാഫിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. അതായത് ഫാക്ട്സ് കൊടുക്കണം, ഫിഗേഴ്സ് കൊടുക്കണം, അതിന് എന്തെങ്കിലുമൊക്കെ കേസ് സ്റ്റഡി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ കേസ് സ്റ്റഡീസിനെ മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ഓർഡർലി വേണം നമ്മൾ എഴുതാൻ. അതായത് ബോഡി പാർട്ടായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് എഴുതാൻ നമുക്ക് പറ്റണം. പിന്നെ എന്ത് ചെയ്യുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് കൊടുക്കുക. ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ അവസാനം ഒരു എഴുതിയ എല്ലാ പാർട്ടും കൂടെ ചേർത്തൊരു കൺക്ലൂഷൻ വെച്ചിട്ട് വേണം എപ്പോഴും എൻഡ് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ നോവലൊക്കെ വായിക്കുവാണെങ്കിൽ ചില നോവലൊക്കെ നല്ല ട്വിസ്റ്റ് വെച്ച് എൻഡ് ചെയ്യുന്ന നോവൽസ് ഇല്ലേ, അതായത് ഓതറിന് തീരുമാനിക്കാം എന്താണ് കൺക്ലൂഷൻ, അങ്ങനെ നമ്മൾ എൻഡ് ചെയ്യുന്നതും ഉണ്ട്. ചില നമ്മൾ ഡയറക്റ്റ് എൻഡ് ചെയ്യും, ഞാൻ ഇതുകൊണ്ട് ഇതാണ് വിചാരിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ഡയറക്റ്റ് എൻഡ് ചെയ്യുന്നതും ഉണ്ട്. ചിലത് ഓപ്പൺ എൻഡിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിചാരിക്കാം ഇത് എങ്ങനെ എൻഡ് ചെയ്തു എന്നുള്ള കാര്യം, അങ്ങനെയുള്ളതും ഉണ്ട്. അങ്ങനെയുള്ള എൻഡിനെയാണ്, അതായത് ഓപ്പൺ എൻഡിങ് ആയിട്ട് എൻഡ് ചെയ്യുന്നതിനെയാണ് ക്ലിഫ് ഹാങ്കർ എന്ന് പറയുന്നത്. അതായത് റീഡേഴ്സിന് അവിടെ ചൂസ് ചെയ്യാം എന്താണ് ശരി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്,
പ്രോപ്പർ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, നല്ലൊരു ബോഡി പാർട്ട് കൊടുക്കണം, അതായത് ക്രൊണോളജിക്കലി എല്ലാം അറേഞ്ച് ചെയ്യണം, ദെൻ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കൊടുത്തിട്ട് അത് എൻഡ് ചെയ്യണം. അത്രയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ആകെ എന്താണ്, ഡിഫറെന്റ് സ്റ്റേജസ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ് ആണ്. 3 സ്റ്റേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രീ റൈറ്റിംഗും റൈറ്റിംഗും എഡിറ്റിംഗും ആണ് ഉള്ളത്, അല്ലെങ്കിൽ റീ റൈറ്റിംഗും ആണ് ഉള്ളത്. അതിനകത്ത് പ്രീ റൈറ്റിംഗിന് 4 സ്റ്റെപ്പ് ഉണ്ട്, റൈറ്റിംഗിന് 3 സ്റ്റെപ്പ് ഉണ്ട്. അത്രയും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.